ഏറെ നാളുകളായി കേരളത്തിലെ സാധാരണ ജനവിഭാഗം ഏറെ ശ്രദ്ധാപൂർവം നോക്കിക്കാണുന്ന കേരള ദർശൻ ചാനലിന്റെ ജനമനസ്സിലൂടെ എന്നുള്ള പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷക മനസ്സിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ ആളുകൾക്കും ആദ്യമേ കുട്ടി കേരളീയ ദർശനത്തിന്റെ പ്രേക്ഷകർക്കും ഞാൻ എൻ്റെ സ്നേഹോപകാരമായിട്ടുള്ള പുതുവർഷ ആശംസകൾ ഉൾപ്പെടെയുള്ള നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളത്തിന്റെ സാംസ്കാരികപരമായി തന്നെ നിൽക്കുന്ന ശക്തൻ തമ്പുരാൻ നഗർ തൃശ്ശൂരിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വരികയും സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെ ഒരു വലിയ സമ്മേളനം അദ്ദേഹം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു നമുക്ക് കണ്ടതാണ്. കേരളത്തിന്റെ ഇന്ത്യയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുസ്സഹമായിട്ടുള്ള ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഈ കഴിഞ്ഞ നാളുകൾ, അതായത് 2023 അവസാനം മണിപ്പൂരിൽ അവിടുത്തെ നമ്മുടെ അമ്മമാരും സഹോദരിമാരൊക്കെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന. ഒരു സ്ത്രീയെ അത് നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും പക്ഷേ നാളുകൾ ഇത്ര കടന്നുപോയിട്ട് തന്നെ അതിനൊരു പ്രതികരണം കൂടി രേഖപ്പെടുത്തുവാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മളേറെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. അതിലുപരി അദ്ദേഹം അവിടെ നടത്തിയ ഒരു പ്രസ്താവനയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഓഫീസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഴിമതിയും അതോടൊപ്പം തന്നെ കൊള്ളസംഘത്തിന്റെയും ഗൂഢാലോചനയുടെയും ഒരു കേന്ദ്രമാണ് എന്ന് പറയാതെ പറഞ്ഞു പോയത് നമ്മൾ ശ്രദ്ധിച്ചു. പക്ഷേ ED ഉൾപ്പെടെ CBI ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ സ്വന്തം കൈവെള്ളയ്ക്കകത്തിരിക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ അധികാര കേന്ദ്രമായ അനന്ത സെക്രട്ടേറിയറ്റിൽ അതിനകത്ത് തീപിടുത്തം നടത്തുമ്പോൾ തൊട്ട് എത്രയോ മൈലുകൾക്കപ്പുറം എന്ന് തന്നെ പറയാം CBIയുടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള വലിയ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയത്തക്ക കാര്യമാണ്. പക്ഷേ നാളുവരെയായിട്ടും അദ്ദേഹത്തിന്റെ ഓഫീസ് അന്വേഷണത്തിന് വിധേയമായിട്ടില്ല. ആ ഓഫീസിൽ നടന്ന തീപിടുത്തം എന്താണെന്ന് അന്വേഷിച്ചിട്ടില്ല. EDയുടെ ഉദ്യോഗസ്ഥന്മാർ അവസാനം കയറിയിറങ്ങി നടത്തുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഓഫീസിന്റെ പടിക്കൽ എന്ന് പറയുമ്പോൾ പോലും ആ ഓഫീസിന്റെ പടിക്കലത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്തേ അതിനകത്ത് കടന്നുകൂടാൻ കഴിയാതെ പോകുന്നു? നമ്മൾ തിരിച്ചറിയണം. 37ാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. ഇന്ത്യയുടെ ലോകത്തിന്റെ ഒരു നീതിപീഠത്തിലും ഒരു നീതിന്യായ കോടതിയിലും ഇത്തരത്തിലൊരു കേസ് ഇതുപോലെ മാറ്റിവെക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് കേരളത്തിന്റെ CPMന്റെ നേതൃത്വത്തിലുള്ള ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റും അങ്ങ് ഡൽഹിയിലുള്ള നരേന്ദ്രമോദിയുടെ ഗവൺമെന്റും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിന്റെ യഥാർത്ഥ ഉത്തരവാദിത്വമാണ്, യഥാർത്ഥ ബന്ധങ്ങളാണ് ഇതിനകത്ത് പുറത്തു വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ശക്തമായി പറയുന്നത്, എന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ അതിനകത്ത് എത്തപ്പെട്ടു എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പോലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയും ശ്രീ പിണറായി വിജയനും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഇന്നലെ അദ്ദേഹം അവിടെ തൃശ്ശൂരിൽ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ, എന്തിനാണ് ഈ കെട്ടുകാഴ്ച വസ്തുക്കളെ പോലെ പാവപ്പെട്ട കൊച്ചു കുട്ടികളെ പോലും, സ്കൂളിലെ കൊച്ചു കൊച്ചു വിദ്യാർത്ഥികളെ പോലും കൂട്ടത്തോടെ ആട്ടിപ്പായിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന്റെ പടിക്ക് തന്നെ എത്തിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ആൾക്കൂട്ടം ഉണ്ടാക്കി ഈ രാജ്യത്തിൽ ജനങ്ങളെല്ലാം എന്റെ കൂടെയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് വീണ്ടും 2024 നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് കൂടെ ഒത്താശ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി നമുക്കത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതായിട്ട് വരും. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. 2025 ആകുമ്പോഴേക്കും സംഘപരിവാർ രാഷ്ട്രീയം ഈ രാജ്യത്തിനകത്ത് അധികാരത്തിൽ വന്നിട്ട് ഏകദേശം RSS രൂപപ്പെട്ടിട്ട് ഏകദേശം 100 വർഷം തികയാണ്. ഈ രാജ്യത്ത് ഹിന്ദുത്വത്തെക്കുറിച്ചും ഹിന്ദുത്വത്തിന്റെയും രാഷ്ട്രീയം വളരെ ഭംഗിയായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു എന്നുള്ളതല്ല ഇന്ന് ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്, ഹിന്ദുത്വം എന്നുള്ളതാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ രാജ്യത്തിന്റെ സംസ്കൃതി എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്നാൽ ഹിന്ദുത്വ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായിട്ടാണ് RSSന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ ഭരണഘടനാ ലംഘനം നടത്തിക്കൊണ്ട് അയോധ്യ രാമക്ഷേത്രത്തിന് തറക്കിലിട്ടത് ആരാണ്? നരേന്ദ്രമോദിയല്ലേ?
ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ കഴിയുമോ? അതൊരു ഭരണഘടനാ ലംഘനമല്ലേ? അപ്പം ഈ രാജ്യത്തിനകത്ത് നമ്മൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ സമസ്ത മേഖലയും അരാജകത്വത്തിലോട്ടും അധികാര ദുർവിനിയോഗത്തിലോട്ടും തള്ളിവിട്ടുകൊണ്ട് ഈ രാജ്യത്ത് എന്തുകൊണ്ടും ഹിന്ദുത്വ രാഷ്ട്രം ഉറപ്പിക്കുക എന്നുള്ളതിന്റെ ആദ്യത്തെ പടി എന്നുള്ളതാണ് കേരളത്തിൽ അദ്ദേഹം ഇന്നലെ എത്തി പാവപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും ഇല്ലാത്ത മോഹങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അനവധി പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് കടന്നുപോയി എന്നുള്ളതാണ് ഇന്നത്തെ ഈ കേരള ദർശൻ വേദിക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത് എന്ന് മാത്രമാണ്.